നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി 3ാമത്തെ യൂണിറ്റ് ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ. ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. പി ഭാസ്കരൻ എഴുതിയ തോട്ടക്കാരി എന്ന കവിതയാണ് പാഠഭാഗം. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. പി ഭാസ്കരൻ പ്രശസ്ത കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നടൻ, ആകാശവാണി പ്രൊഡ്യൂസർ, സ്വാതന്ത്ര്യ സമര സേനാനി, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ പ്രസിദ്ധനായിരുന്നു പി ഭാസ്കരൻ. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ജനനം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ജയിൽവാസം വരിക്കുകയുണ്ടായി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനായി. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരനാണ് എന്നാണ് യൂസഫ് അലി കേച്ചേരി പറഞ്ഞിട്ടുള്ളത്. നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളോടെ പി ഭാസ്കരൻ മലയാള ചലച്ചിത്ര മേഖലയുടെ അനിവാര്യ ഘടകമായി. രാഷ്ട്രപതിയുടെ രജതകമലം ഈ ചിത്രം നേടി. പ്രധാന കൃതികൾ: ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു. ഈ കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. വയലാർ ഗർജിക്കുന്നു, ഔസ്യത്ത്, പാടുന്ന മൺതരികൾ, ഓടക്കുഴലും ലാത്തിയും. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ, സിനിമകൾ സംവിധായകനായും നിർമ്മാതാവായും അദ്ദേഹം ചെയ്തിട്ടുള്ള ചലച്ചിത്രങ്ങളാണ് താഴെയുള്ളത്. നീലക്കുയിൽ രാമു കാര്യാട്ടിനൊപ്പം ചേർന്നാണ് ഈ ചലച്ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നായരു പിടിച്ച പുലിവാൽ, ലൈല മജ്നു, തറവാട്ടമ്മ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, ഇരുട്ടിൻ്റെ ആത്മാവ്, കള്ളിച്ചെല്ലമ്മ, മൂലധനം, ഉമ്മാച്ചു, വിലയ്ക്കു വാങ്ങിയ വീണ, ആദിശങ്കരൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മികച്ച ഗാനരചയിതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2007 അദ്ദേഹം അന്തരിച്ചു. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന അനുബന്ധ വാക്യം വായിക്കാം. ജീവിതച്ചൂടിലും വാടാത്തവർ. ജീവിതത്തിലെ ദുരിതങ്ങളും പരീക്ഷണങ്ങളും എത്ര കഠിനമായാലും ധൈര്യവും ആത്മവിശ്വാസവും നഷ്ടപ്പെടാതെ മുന്നേറുന്നവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വേദനകളും പരാജയങ്ങളും അവരെ തളർത്താതെ അവയിൽ നിന്ന് ശക്തി കണ്ടെത്തി വളരുന്ന മനുഷ്യരാണ് അവർ. പി ഭാസ്കരൻ കൃതികൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് തോട്ടക്കാരി എന്ന കവിത. 10 നാളത്തെ മറുദേശവാസത്തിനു ശേഷം തിരിച്ച് വീട്ടിലേക്കെത്തുന്ന ഭാര്യയും ഭർത്താവുമാണ് കവിതയിലുള്ളത്. രണ്ടുപേരെയും വിഷമത്തിലാക്കുന്ന 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 10 ദിവസത്തിനു ശേഷം തിരിച്ചെത്തുമ്പോൾ ഭാര്യ കാണുന്നത് തൻ്റെ പൂന്തോട്ടമാകെ വാടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഭർത്താവിനെ വിഷമിപ്പിക്കുന്നതാവട്ടെ താക്കോൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി നമുക്ക് കവിത വായിക്കാം. വാടിപ്പോയി തുളസിയെന്നോതുമ്പോൾ കുടുംബിനി കൂടുതൽ കരിഞ്ഞതു നിൻമുഖത്തളിരല്ലോ. വാടക വീടും പൂട്ടി 10 നാൾ മറുനാടൻ വാസവും കഴിച്ചു നാം മടങ്ങിയെത്തും നേരം വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കേ. പൂട്ടിയ താക്കോലെങ്ങോ പോയി ഞാൻ വിഷണ്ണനായി. വാടിപ്പോയി തുളസി, തുളസി വാടിപ്പോയല്ലോ എന്ന് ഓതുമ്പോൾ, പറയുമ്പോൾ കുടുംബിനി എന്നുവെച്ചാൽ ഇവിടെ ഭാര്യയാണ് പറയുന്നത്. ആ ഗൃഹനാഥ, അവളുടെ മുഖമാകുന്ന തളിരാണ് വാടിപ്പോയത് അല്ലേ. താൻ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ഓരോ ചെടിയും തളിരിടുന്നത് കാണാനോ അല്ലെങ്കിൽ പൂക്കുന്നത് കാണാനൊക്കെയാണ് ഏവരും ഇഷ്ടപ്പെടുക. ഇവിടെ അതിന് വേണ്ടത്ര പരിചരണം കിട്ടാതെ തുളസി വാടിപ്പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ മുഖം തന്നെയാണ് വാടിയിരിക്കുന്നത്. വാടക വീട് പൂട്ടി 10 നാൾ മറുനാടൻ വാസം, മറ്റൊരു ദേശത്തേക്ക് പോയി തിരിച്ചു വരുന്ന നേരത്താണ് വീട്ടുപൂന്തോട്ടം നോക്കി ഇങ്ങനെ ഭാര്യ കുടുംബിനി വിലപിക്കുന്നത്. വിലപിക്കുക, കരയുക. വിഷണ്ണനാവുക എന്നാൽ വിഷമിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ഭർത്താവ് വിഷമിക്കാൻ കാരണം താക്കോല് നഷ്ടപ്പെട്ടു, താക്കോൽ എങ്ങോ പോയി എന്നുള്ളതാണ് ഭർത്താവിനെ വിഷമിപ്പിക്കുന്നത്. എൻ കരബലം കൊണ്ടു പൂട്ടു ഞാൻ ഉടച്ചപ്പോൾ നിൻ കവിൾ രണ്ടും വീണ്ടും ആർദ്രമായതു കണ്ടേൻ. പോഴത്തം പറ്റിപ്പോയി പോവട്ടെ, ബലമുള്ള താഴൊന്നു വേറെ വാങ്ങാമെന്ന് ഞാൻ ഉരയ്ക്കവേ ചൊല്ലി നീ വീണ്ടും
പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി, വെള്ളമില്ലാതെ നിശാഗന്ധിത്തൈ നിലം പൊത്തി. കരബലം, കരത്തിൻ്റെ ബലം കൊണ്ട് പൂട്ട് ഉടച്ചു. ആര്? ഇവിടെ ഗൃഹനാഥൻ. താക്കോലില്ലെങ്കിലും കരബലം കൊണ്ട്, കയ്യിൻ്റെ ബലം കൊണ്ട് ആ പൂട്ട് തല്ലി ഉടച്ചപ്പോൾ അവളുടെ കവിൾ വീണ്ടും ആർദ്രമായി. അപ്പോൾ അത് കണ്ട് ഭർത്താവ് പറയുകയാണ്, പോഴത്തം, മണ്ടത്തരം പറ്റിപ്പോയി, പോട്ടെ, ബലമുള്ള പൂട്ട് ഇനി നമുക്ക് മറ്റൊന്ന് വാങ്ങിക്കാം എന്നിങ്ങനെ പറയുന്നു. ഉരയ്ക്കുക എന്നാൽ പറയുക. അപ്പോൾ വീണ്ടും ഇവിടെ ഗൃഹനാഥ പറയുന്നു, തൻ്റെ പൂന്തോട്ടം നോക്കിക്കൊണ്ട്, പിച്ചി പൂക്കാതെ തന്നെ ഉണങ്ങിപ്പോയല്ലോ, വെള്ളമില്ലാതെ നിശാഗന്ധിയുടെ തൈയും നിലം പൊത്തിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഗൃഹനാഥയുടെ മനസ്സ് അതിലേക്കാണ് ചെല്ലുന്നത്. താക്കോല് പോയാൽ പോട്ടെ, ഇക്കൊല്ലം പൊന്നിൻ ചിങ്ങ പൂക്കാലം വിരുന്നിനു വരേണ്ടേ ഈ വീട്ടിലും. താക്കോല് പോയാൽ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ അത് വാങ്ങിക്കാം. പക്ഷെ അതുപോലെയല്ല വാടിക്കരിഞ്ഞ് പോയിരിക്കുന്ന തൻ്റെ പൂന്തോട്ടം. ഒരുപാട് നാളത്തെ ശുശ്രൂഷ കൊണ്ടാണ് അത്തരത്തിലൊരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഇപ്പോഴാകട്ടെ അത് വാടിക്കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി ചിങ്ങമാസത്തിൽ പൂക്കാലം ഒരുക്കാനായിട്ട് അല്ലെങ്കിൽ പൂക്കളം ഇടാനായിട്ട് ഇനി എന്താണ് ചെയ്യുക? പെട്ടെന്ന് നട്ടു വളർത്താനൊന്നും, അല്ലെങ്കിൽ അത്ര നട്ടു വളർത്തിയാൽ തന്നെ പൂക്കേണ്ട സമയമുണ്ട്. അപ്പോൾ പൊന്നിൻ ചിങ്ങമാകുമ്പോഴേക്കും എനിക്കത് ആ പൂന്തോട്ടം ആ രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കില്ല എന്നൊരു വിഷമമാണ് ഇവിടെ ഗൃഹനാഥ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ചൊല്ലി, തോട്ടക്കാരി, നിൻ വാത്സല്യത്തിൻ അത്ഭുത വർഷമേഘം മൺകുടം ഒക്കത്തേറ്റി ഇനി നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും, പേടിക്കാൻ എന്തിരിപ്പൂ. ഇത് കേട്ട് ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്. സ്നേഹത്തോടെ തോട്ടക്കാരി എന്നാണ് വിളിക്കുന്നത്. നിന്റെ വാത്സല്യമാകുന്ന അത്ഭുത വർഷമേഘം കൊണ്ട് എന്തു ചെയ്യാം? മൺകുടം ഒക്കത്തേറ്റി ഇനി നിത്യവും, ഇനി ദിവസവും രണ്ടു നേരം മുടങ്ങാതെ നനച്ചു കൊടുത്താൽ ഈ പൂന്തോട്ടം വീണ്ടും പുഷ്പിക്കും എന്നാണ് പറയുന്നത്. പേടിക്കാൻ എന്താണുള്ളത്? നിന്റെ വാത്സല്യമാകുന്ന അത്ഭുത വർഷമേഘം കൊണ്ട് രണ്ടു നേരവും നിത്യവും നനച്ചാൽ ഈ പൂന്തോട്ടം മുമ്പത്തേക്കാൾ മനോഹരമായി ഉണ്ടാവുമല്ലോ എന്നാണ്. ഇവിടെ ബാഹ്യമായ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് താക്കോൽ നഷ്ടപ്പെട്ടു, മറ്റൊന്ന് പൂന്തോട്ടം വാടിപ്പോയി എന്നുള്ളത്. എന്നാൽ ഇവിടെ ആന്തരികമായൊരു അർത്ഥമുള്ളത് ഈ കുടുംബിനിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കുടുംബത്തെ പൂന്തോട്ടത്തെ പോലെ തന്നെ പരിപാലിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവളുടെ വാത്സല്യമാകുന്ന വർഷമേഘം കൊണ്ട് ആ കുടുംബജീവിതത്തെയും പുഷ്പിക്കാനോ അല്ലെങ്കിൽ പൂന്തോട്ടം പോലെ മനോഹരമായ ഒരു കുടുംബജീവിതം നിർമ്മിക്കാനും കഴിയുമെന്നുള്ള ആശയം കൂടി അതിലുണ്ട്. അതായത് സുദൃഢമായിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് കുടുംബം സ്വർഗമായി മാറും എന്നുള്ള ആശയമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് തോട്ടക്കാരി, നിൻ വാത്സല്യത്തിൻ അത്ഭുത വർഷമേഘം എന്നിങ്ങനെ ഭർത്താവ് ആശ്വസിപ്പിക്കുന്നത്. കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഖണ്ഡത്തിൽ ചിന്നിക്കാണായി ഗന്ധമാദിനീ വർണ്ണം അന്നേരമൻ ചിത്തത്തിൻ അടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻതാക്കോലാൽ. ഈ ആശ്വാസ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണിലെ മഴത്തുള്ളി, ഇവിടെ കണ്ണുനീരിനെയാണ്, ആ വിഷമത്തെയാണ് മഴത്തുള്ളിയായിട്ട് കണക്കാക്കുന്നത്. ഗൃഹനാഥയുടെ കണ്ണുനീർ വറ്റിപ്പോവുകയും, ഖണ്ഡം എന്നാൽ ഇവിടെ കവിൾത്തടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിന്നിക്കാണായി ഗന്ധമാദിനീ വർണ്ണം, വർണ്ണം നിറം, അവളുടെ കവിൾത്തടത്തിൽ കാണാറായി ആ വർണ്ണം. ഇവിടെ ആശ്വാസവാക്ക്, ഭർത്താവിൽ നിന്നുള്ള ആശ്വാസവചനം കേട്ട് അവളുടെ മുഖം പ്രസാദാത്മകമായി അല്ലെങ്കിൽ പ്രസന്നമായി എന്നൊരു അർത്ഥമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ ആശ്വാസം വരുമ്പോൾ മുഖം പ്രസന്നമാവുമ്പോൾ കവിൾ ചുവന്ന് തുടുക്കാറുണ്ട്. അപ്പോൾ ഈ ആശയമാണ് ഗന്ധമാദിനീ വർണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ ആശ്വാസവാക്കുകൾ അവളുടെ ഹൃദയത്തെയും കുളിരണിയിച്ചു അല്ലെങ്കിൽ തണുപ്പിച്ചു എന്നുള്ളതാണ് ആശയം. അന്നേരമൻ ചിത്തം, ചിത്തം മനസ്സ്, ചിത്തത്തിൻ അടഞ്ഞ വാതിൽ മന്ദം, മന്ദം പതുക്കെ നിന്നുടെ അധരങ്ങൾ, അധരം ചുണ്ട്, തുറന്നു പൊൻതാക്കോലാൽ, അവളുടെ മുഖം പ്രസന്നമാവുകയും അതുവഴി
അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടരുകയും ചെയ്തപ്പോൾ ആ പുഞ്ചിരിയാകുന്ന സ്വർണ്ണ താക്കോല് കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അടഞ്ഞ വാതിലാണ് പതുക്കെ തുറന്നത് എന്നാണ്. അപ്പോൾ ആ മുഖം പ്രസന്നമാകുമ്പോൾ, ഭാര്യയുടെ മുഖം പ്രസന്നമാവുകയും മുഖത്ത് പുഞ്ചിരി വിടരുകയും ചെയ്തപ്പോൾ ഇവിടെ ഭർത്താവിൻ്റെ മനസ്സിലെ അസ്വസ്ഥതയും അല്ലെങ്കിൽ ആ വിഷണ്ണതയും മാറി. ആ പുഞ്ചിരിയാകുന്ന പൊൻതാക്കോൽ കൊണ്ട്, ഇവിടെ പുഞ്ചിരിയാകുന്ന പൊൻതാക്കോൽ എന്നതിനേക്കാൾ ഉപരി സ്നേഹമാകുന്ന പൊൻതാക്കോല് കൊണ്ട് ഇരുവരുടെയും ഹൃദയം പ്രസന്നമായി. അപ്പോൾ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്നേഹത്തിനാണ് അവിടെ പ്രാധാന്യം, പരസ്പരം ആശ്വസിപ്പിക്കലിലാണ് പ്രാധാന്യം. ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ, താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പഴിചാരാതെ അത് പരിഹരിക്കുക, രണ്ടുപേരും ഒരുമിച്ച് പരിഹാരം എന്താണെന്ന് കണ്ടെത്തുന്നിടത്താണ് യഥാർത്ഥ സ്നേഹമുള്ളത് എന്നൊരു ആശയം ഈ കവിതയുടെ അവസാനത്തിൽ കാണാം. ഇപ്രകാരം രണ്ടുപേരും ഒന്നായിത്തീരുന്ന സമഭാവനയിൽ കവിത പ്രസാദാത്മകമായി അവസാനിക്കുന്നു. പൂന്തോട്ടത്തെയും കുടുംബത്തെയും ബാധിച്ച വരൾച്ചയും താളപ്പിഴകളും തൻ്റെ വാത്സല്യമാകുന്ന അത്ഭുതവർഷ മേഘത്താൽ ഉർവരമാക്കാൻ അല്ലെങ്കിൽ നനയ്ക്കാൻ സ്ത്രീക്ക് സാധിക്കുന്നിടത്താണ് കവിത അവസാനിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തേത് ഈണത്തിൽ ചൊല്ലാം. കാവ്യഭാഗത്തിന് യോജിച്ച ഈണം കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. കാവ്യഭാഗത്തിന് ഉചിതമായ തരത്തിൽ ഈണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കി അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിശകലന കുറിപ്പ്. കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഖണ്ഡത്തിൽ ചിന്നിക്കാണായി ഗന്ധമാദിനീ വർണ്ണം. അന്നേരമൻ ചിത്തത്തിൻ അടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻതാക്കോലാൽ. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നഷ്ടപ്പെട്ട പൂന്തോട്ടത്തെക്കുറിച്ചുള്ള വിഷമം ഭാര്യയുടെ കണ്ണുകളിൽ നിറഞ്ഞെങ്കിലും ആ കണ്ണുനീർ വറ്റിപ്പോകുന്ന നിമിഷം തന്നെ അവളുടെ മുഖത്ത് പുതുജീവിതത്തിൻ്റെ വർണ്ണവും സുഗന്ധവും വിരിയുന്നു. അത് ഭർത്താവിൻ്റെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളുടെ ഫലമാണ്. ഭർത്താവിൻ്റെ ആശ്വസിപ്പിക്കൽ അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നു. അതാകട്ടെ ഭർത്താവിൻ്റെ അടഞ്ഞ മനസ്സിനെ പൊൻതാക്കോലിട്ട് തുറന്നതുപോലുള്ള പ്രതീതി ജനിപ്പിച്ചു. അവളുടെ വാക്കുകൾ, സ്നേഹപൂർവമായ ആശങ്കകൾ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്വബോധം ഇവയെല്ലാം ചേർന്ന് ഭർത്താവിൻ്റെ ഉള്ളിലെ അടഞ്ഞ വാതിൽ തുറക്കുന്നു. ഇവിടെ താക്കോൽ നഷ്ടപ്പെട്ട യഥാർത്ഥ സംഭവത്തെ കാവ്യാത്മകമായി മറികടന്ന് സ്നേഹം തന്നെയാണ് യഥാർത്ഥ താക്കോൽ എന്ന ആശയം കവി ഉറപ്പിക്കുന്നു. സ്ത്രീയുടെ വാത്സല്യവും വികാരസമ്പന്നതയും കുടുംബത്തെ മാത്രമല്ല ഭർത്താവിൻ്റെ മനസ്സിനെയും ഉർവരമാക്കുന്നു. അതിനാൽ തന്നെ ഈ വരികൾ ദുഃഖത്തിൽ നിന്നുള്ള പ്രത്യാശയിലേക്കുള്ള യാത്രയും ദാമ്പത്യ ബന്ധത്തിലെ പരസ്പര പൂർണ്ണതയും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നതായി കാണാം. അടുത്ത ചോദ്യം ആസ്വാദനം എഴുതാം. അപ്പോൾ ഞാൻ ചൊല്ലി തോട്ടക്കാരി നിൻ വാത്സല്യത്തിൻ അത്ഭുതവർഷമേകം മൺകുടമൊക്കത്തേറ്റി ഇനി നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും പേടിക്കാൻ എന്തിരിപ്പു. ഈ വരികൾ വിശകലനം ചെയ്ത് കാവ്യഭംഗി ചർച്ച ചെയ്യുക. തുടർന്ന് തോട്ടക്കാരി എന്ന കവിതയുടെ പ്രമേയം, ആസ്വാദനാംശങ്ങൾ, സാദൃശ്യഭംഗി, താളാത്മകത, പ്രയോഗങ്ങൾ എന്നിവ പരിഗണിച്ച് ഒരു ആസ്വാദനം എഴുതൂ. പരസ്പരം വായിച്ച് ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളോടെ മെച്ചപ്പെടുത്തുമല്ലോ. ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരമാണ് വരേണ്ടത്. ഒന്ന് കാവ്യഭംഗി ചർച്ച ചെയ്യാനും മറ്റൊന്ന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുമാണ്. ആദ്യം കാവ്യഭംഗി ചർച്ച ചെയ്യാം. പി ഭാസ്കരൻ്റെ തോട്ടക്കാരി എന്ന കവിതയിലെ ഈ വരികൾ ദാമ്പത്യ ബന്ധത്തിലെ ആശ്വാസവും പ്രത്യാശയും കാവ്യാത്മകമായി ഉന്നയിക്കുന്ന ഭാഗമാണ്. ഈ വരികളിൽ ഭർത്താവ് ഭാര്യയെ തോട്ടക്കാരി എന്ന സ്നേഹസംബോധനയിലൂടെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ കവിതയുടെ ഹൃദയമാണ്. പൂന്തോട്ടത്തെ മാത്രമല്ല കുടുംബജീവിതത്തെയും സ്നേഹപൂർവ്വം പരിപാലിക്കുന്നവളെന്ന നിലയിൽ സ്ത്രീയുടെ സ്ഥാനമഹത്വം ഇവിടെ ഉയർത്തിക്കാട്ടുന്നു. നിൻ വാത്സല്യത്തിൻ അത്ഭുതവർഷമേഘം എന്ന ഉപമയിൽ ഭാര്യയുടെ വാത്സല്യം വരൾച്ച മാറ്റുന്ന മഴയായി ചിത്രീകരിക്കുന്നു. മൺകുടമൊക്കത്തേറ്റി എന്ന പ്രയോഗം അവളുടെ സ്നേഹം മുഴുവൻ മണ്ണിലേക്കും ജീവിതത്തിലേക്കും ഒഴുകി പടരുന്നതായി സൂചിപ്പിക്കുന്നു. നഷ്ടവും താളപ്പിഴയും അനുഭവിച്ചയിടത്ത് വീണ്ടും ഉർവരത കൈവരുന്ന പ്രത്യാശയാണ് ഇതിലൂടെ കവി ഉയർത്തുന്നത്.
നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും എന്നത് സ്ഥിരതയുള്ള പരിപാലനത്തെയും തുടർച്ചയായ സ്നേഹബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ജീവിതം ഒറ്റ നിമിഷത്തെ വികാരമല്ല, ദിനം പ്രതി കാത്തു സൂക്ഷിക്കേണ്ട ബന്ധമാണെന്ന ബോധ്യവും ഇതിലുണ്ട്. അവസാന വാക്യമായ പേടിക്കാൻ എന്തിരിപ്പൂ ഭർത്താവിൻ്റെ ആത്മവിശ്വാസവും ഭാര്യയ്ക്ക് നൽകുന്ന മാനസിക ധൈര്യവുമാണ് വ്യക്തമാക്കുന്നത്. മഴ, മണ്ണ്, നനവ് തുടങ്ങിയ പ്രകൃതി പ്രതീകങ്ങൾ ദാമ്പത്യ ജീവിതത്തിലും സ്വാഭാവികമായി ലയിക്കുന്നു. ലളിതവും സ്നേഹസമ്പന്നവുമായ ഭാഷ, സംഭാഷണ ശൈലി, ആത്മബന്ധത്തിൻ്റെ ഊഷ്മളത ഇവയെല്ലാം ചേർന്നാണ് ഈ വരികൾ കവിതയ്ക്ക് പ്രസാദാത്മകമായ സമാപന ഭംഗി നൽകുന്നത്. അടുത്തത് ആസ്വാദനമാണ്. പി. ഭാസ്കരൻ്റെ തോട്ടക്കാരി എന്ന കവിത ദാമ്പത്യ ജീവിതത്തിൻ്റെ ആത്മസൗന്ദര്യവും സ്ത്രീയുടെ വാത്സല്യശക്തിയും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന ഒരു സുന്ദര കാവ്യാനുഭവമാണ്. ഈ കവിതയുടെ പ്രമേയം ഭൗതിക നഷ്ടങ്ങളെയും താൽക്കാലിക വരൾച്ചകളെയും അതിജീവിപ്പിക്കുന്ന ദാമ്പത്യ ബന്ധത്തിലെ ആത്മബന്ധനമാണ്. പൂന്തോട്ടം എന്ന ഭൗതിക പശ്ചാത്തലത്തിലൂടെ കുടുംബജീവിതത്തിൻ്റെ ഉള്ളുരുക്ക് കവി അവതരിപ്പിക്കുന്നു. ചെടികൾ വാടുന്നതും താക്കോൽ നഷ്ടപ്പെടുന്നതും സാധാരണ സംഭവങ്ങളായിരുന്നാലും അവയിലൂടെ വ്യത്യസ്ത അഭിരുചികളും മനോഭാവങ്ങളും ഉള്ള ഭാര്യാഭർത്താക്കന്മാരുടെ സ്വഭാവ വ്യത്യാസം കവി സൂക്ഷ്മമായി തെളിയിക്കുന്നു. എന്നാൽ ഈ വ്യത്യാസങ്ങൾ സംഘർഷമാവാതെ പരസ്പര പൂരകമായി മാറുന്നതാണ് കവിതയുടെ സവിശേഷത. ഭാര്യയുടെ കണ്ണുനീർ, ഉണങ്ങിയ പൂക്കൾ, വരണ്ട മണ്ണ് തുടങ്ങിയ ദൃശ്യങ്ങൾ വായനക്കാരൻ്റെ മനസ്സിൽ ദുഃഖത്തിൻ്റെ നിശബ്ദത സൃഷ്ടിക്കുന്നു. അതേസമയം ഭർത്താവിൻ്റെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, മഴമേഘത്തിൻ്റെ ഉപമ, നനയുന്ന മണ്ണിൻ്റെ പ്രതീക്ഷ ഇവയെല്ലാം ചേർന്ന് ആശ്വാസത്തിൻ്റെയും പുതുജീവിതത്തിൻ്റെയും അനുഭവം പകർന്നു തരുന്നു. ദുഃഖത്തിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള ഈ വികാര പരിവർത്തനമാണ് കവിതയെ ആസ്വാദ്യകരമാക്കുന്നത്. കവിതയിലെ സാദൃശ്യഭംഗി അതീവ മനോഹരമാണ്. ഭാര്യയെ തോട്ടക്കാരിയായി ചിത്രീകരിക്കുന്നത് കവിതയുടെ കേന്ദ്ര സാദൃശ്യമാകുന്നു. പൂന്തോട്ടത്തെ പോലെ കുടുംബവും സ്ഥിരപരിപാലനം ആവശ്യപ്പെടുന്നതാണെന്ന ആശയം ഈ സാദൃശ്യം ശക്തമായി ഉറപ്പിക്കുന്നു. വാത്സല്യം മഴയായി, കണ്ണുനീർ മഴത്തുള്ളിയായി, സ്നേഹം പൊൻതാക്കോലായി മാറുന്ന രൂപകങ്ങൾ കവിതയ്ക്ക് ദൃശ്യവൈഭവവും ആഴവും നൽകുന്നു. ലളിതവും സംഗീതാത്മകവുമായ ഭാഷ കവിതയെ സ്വാഭാവികമായൊരു സംഭാഷണമായി അനുഭവിപ്പിക്കുന്നു. അലങ്കാരമില്ലാത്ത വാക്കുകളിൽ പോലും കാവ്യരസം നിലനിർത്താൻ കവിക്ക് കഴിയുന്നുണ്ട്. തോട്ടക്കാരി സ്ത്രീയുടെ സ്നേഹപരിപാലനമാണ്. ജീവിതത്തെ ഉർവരമാക്കുന്ന യഥാർത്ഥ ശക്തിയെന്ന് ഓർമ്മിപ്പിക്കുന്ന ലാളിത്യവും ആഴവും ചേർന്ന ഒരു കവിതയാണ്. സാധാരണ ജീവിതത്തിൻ്റെ ചെറിയ അനുഭവങ്ങളെ വലിയ മാനവിക സന്ദേശമായി മാറ്റിയെടുക്കുന്ന പി. ഭാസ്കരൻ്റെ കാവ്യപ്രതിഭ ഈ കവിതയിൽ പൂർണ്ണമായി വിരിയുന്നു. കവിതയുടെ ആശയം, തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.